നമസ്കാരം, ഞാൻ ഡോക്ടർ രോഹിണി, കൺസൾട്ടന്റ് ഗൈനക്കോളജിസ്റ്റ്, ശിവഗിരി ശ്രീനാരായണ മിഷൻ ഹോസ്പിറ്റൽ, വർക്കല. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ വളരെ സാധാരണമായി OPയിൽ കണ്ടുവരുന്ന കുറച്ച് ഗൈനക് കംപ്ലയിൻസിനെ പറ്റിയാണ്. ആദ്യമായി PCOS. എന്താണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ PCOD? ഇത് പണ്ട് കാലങ്ങളിൽ വളരെ കുറവായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരിൽ ഒരു 90% ആൾക്കാരിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ്. പണ്ട് കുറവും ഇപ്പോൾ വളരെ അധികം ഇതിന് പ്രിവലൻസ് കൂടുന്നതിൻ്റെയും കാരണം നമ്മുടെ ജീവിത ശൈലികളും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും മാറിയത് കൊണ്ടാണ്. നമ്മളിപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ പുറത്ത് കളിക്കുന്നതിന് പകരം ഈവൻ അകത്ത് നിന്ന് കളിച്ച് അകത്ത് ഫോണിലും TV-യിലും കളിക്കുകയും നമ്മുടെ എല്ലാവരുടെയും ലൈഫ് സ്റ്റൈൽ ഒരു സെഡൻറ്ററി ലൈഫ് സ്റ്റൈലായി മാറുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല, ഒരു ഫാസ്റ്റ് ഫുഡ്, മൈദ കൂടിയ ഫുഡ്, ഷുഗർ എല്ലാം ഹൈ ഷുഗർ ഫുഡ്, ഇതെല്ലാം നമ്മുടെ ഒരു ഡെയിലി ലൈഫ് സ്റ്റൈലിൽ വന്ന കുറേ ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെ കൂടെ തന്നെ കൂടിയ ഒന്നാണ് ഈ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. എന്തുകൊണ്ട് PCOS ഉണ്ടാകുന്നു? നമ്മുടെ തലച്ചോറിൽ നിന്നും കുറച്ച് ഹോർമോൺസ് വന്ന് നമ്മുടെ ഗർഭപാത്രത്തിന്റെ അടുത്ത് അണ്ഡാശയം, അതായത് നമ്മുടെ ഓവറിയിൽ വന്ന് പ്രവർത്തിക്കുകയും അവിടെ നിന്ന് അണ്ഡോൽപാദനം നടക്കുകയും ചെയ്യുന്നു. ഇതാണ് സാധാരണമായി നടക്കേണ്ടത്. എന്നാൽ PCOS എന്ന കണ്ടീഷൻ ഉള്ളവർക്ക് ഈ ഹോർമോണിന്റെ ആക്ഷൻ അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഒരു ഇംബാലൻസ് ഉണ്ടാകുന്നു. അങ്ങനെയാണ് ഇവർക്ക് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഒരു സ്കാനിൽ ഒരു പോളിസിസ്റ്റിക് ഓവറി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് PCOS ആണോ? ഒരുപാട് ചെറിയ കുട്ടികൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി സ്കാൻ എടുത്ത് വളരെ വ്യാകുലപ്പെട്ട് അവരുടെ പാരന്റ്സ് നമ്മളടുത്ത് ഓടിക്കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരാൾക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് 3-ൽ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ആദ്യത്തേത്, ആർത്തവത്തിന് ക്രമക്കേടുണ്ടായിരിക്കണം. ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ്. എന്താണ് അപ്പോൾ റെഗുലർ മെൻസ്ട്രൽ സൈക്കിൾസ്? കറക്റ്റ് ഒരു മാസം 10 വന്ന അടുത്ത മാസം 10 അങ്ങനെ വരണമെന്നില്ല. എവറി 21 to 35 ഡേയ്സ്, എല്ലാ 21 മുതൽ 35 ദിവസം കൂടുമ്പോഴും ഒരിക്കൽ നമുക്കൊരു പീരീഡ്സ് ഉണ്ടാവണം. അത് ഒരു മാക്സിമം ഒരു 8 ദിവസം വരെ നിൽക്കാം. ഫ്ലോ നോർമൽ ആയിരിക്കണം. ഇതാണ് നോർമൽ ഹെൽത്തി മെൻസ്ട്രുവേഷൻ എന്ന് പറയുന്നത്. ഇതിൽ ക്രമക്കേടുകൾ ഉണ്ടാകുക, ഇതാണ് ആദ്യത്തെ ക്രൈറ്റീരിയ. രണ്ടാമത്തേത്, നമ്മുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണായ ആൻഡ്രജന്റെ ലെവൽസ് കൂടുന്നത് കാരണം മുഖക്കുരു, രോമ വളർച്ച കൂടുതൽ, മീശ, താടി, ബോയ്സിൻ്റേത് പോലെയുള്ള ഒരു ഹെയർ ഗ്രോത്ത് ഗേൾസിലും കണ്ടുവരിക. പിന്നെ അലോപേഷ്യ അഥവാ മുടി കൊഴിച്ചിൽ, ഇത് ഏതെങ്കിലും ഉണ്ടാകുക. മൂന്നാമതായി, അൾട്രാസൗണ്ടിൽ പോളിസിസ്റ്റിക് ഓവേറീസ് ഉണ്ടെന്ന് കണ്ടെത്തുക. ഈ 3-ൽ 2 ഉണ്ടെന്നെങ്കിൽ മാത്രമേ നമ്മൾ ഒരാൾക്ക് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ ഈ പോളിസിസ്റ്റിക് ഓവറിയുടെ പിറകെ നടക്കുന്നത്? എന്തൊക്കെ അത് കാരണം ഉണ്ടാകാം? ഒന്ന്, മാസക്കുള്ളിയിൽ ക്രമക്കേടുകൾ ഉണ്ടാവാം. രണ്ടാമത്തേത്, പോളിസിസ്റ്റിക് ഓവറി കാരണം അമിതവണ്ണം ഉണ്ടാകാം. അമിതവണ്ണം പോളിസിസ്റ്റിക് ഓവറിയിലേക്ക് നയിക്കാം. അതൊരു വിഷ്യസ് സൈക്കിളായിട്ട് തുടരാം. മൂന്നാമത്തേത്, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഇൻസുലിൻ എന്നൊരു ഹോർമോണാണ് നമ്മുടെ ശരീരത്തിലെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഹോർമോണിന് റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അമിതമായി ഇൻസുലിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടുന്നു. അങ്ങനെ ഭാവിയിൽ ഡയബറ്റിസ് വരാനുള്ള സാധ്യത കൂടുന്നു. പിന്നെ ഭാവിയിൽ നമുക്ക് BP, കൊളസ്ട്രോളിന്റെ പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള റിസ്ക്കും കൂടുതലാണ്. അത് മാത്രമല്ല, യൂട്രസിനകത്തെ കട്ടി കൂടി ക്യാൻസർ പോലത്തെ ഉള്ള രോഗങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനും ഈ പോളിസിസ്റ്റിക് ഓവറി കാരണമാകുന്നു. എങ്ങനെ പോളിസിസ്റ്റിക് ഓവറിൻ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ആണ്. എന്ത് പേഷ്യൻ്റ് ആണെങ്കിലും നമ്മൾ ആദ്യം അവരുടെ അടുത്ത് പറയേണ്ടത് അവരുടെ ഫുഡ് ഹാബിറ്റ്സും അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും ചേഞ്ച് വരുത്താൻ. റെഗുലർ എക്സസൈസ്. എന്ത് എക്സസൈസ്? ഒരു ഫാസ്റ്റായിട്ട് നടക്കുകയോ ജോഗിങ്ങോ സ്വിമ്മിങ്ങോ സ്കിപ്പിങ്ങോ എന്തെങ്കിലും ഒരു എക്സസൈസ് ഒരാഴ്ച 150 മിനിറ്റ് എങ്കിലും, അതായത് 5 ദിവസം 30 മിനിറ്റ് വെച്ചെങ്കിലും നമുക്ക് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ മൈദ കലർന്ന ഭക്ഷണങ്ങൾ, ഷുഗർ കൂടിയ ഭക്ഷണങ്ങൾ, പാക്കറ്റിൽ വരുന്ന ചിപ്സ്, എയറേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, പൊരിച്ചത്, അങ്ങനത്തെ ഫുഡ് ഹാബിറ്റ്സ് കുറയ്ക്കുക. ഒരു 5% വെയിറ്റ് ലോസ് ഒരാൾക്ക് ഉണ്ടാക്കാൻ പറ്റിയാൽ തന്നെ 90% അവരുടെ ഈ മെൻസ്ട്രൽ സൈക്കിൾസ് റെഗുലറൈസ് ചെയ്യാൻ നമുക്ക് അതുകൊണ്ട് തന്നെ സാധിക്കും. പിന്നെ
അതിൻ്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ എങ്ങനെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ളത്. ഇപ്പോൾ ഒരു കുട്ടിയാണ് മാസക്കുള്ളിൽ ക്രമക്കേടായിട്ടാണ് വരുന്നത്, 3 മാസം കൂടുമ്പോൾ 6 മാസം കൂടുമ്പോഴേ പീരീഡ്സ് ആവുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്കും ആദ്യം ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അഡ്വൈസ് ചെയ്യുന്നു. അതിലത് നിന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആ കറക്റ്റായിട്ട് പീരീഡ്സ് വരാനായിട്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും അടങ്ങിയ ഹോർമോൺ ടാബ്ലറ്റ്സ് നമ്മൾ അവർക്ക് കൊടുക്കുന്നു. അതൊരു 6 മന്ത്സോളം കൊടുക്കുന്നു. കറക്റ്റ് സൈക്ലിക്കലി 21 ദിവസം കഴിക്കുക പിന്നെ വിടുക അങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെയും പീരീഡ്സ് കറക്റ്റായി തന്നെ വരുന്നതാണ്. ഇപ്പം അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 35 വയസ്സുള്ള ലേഡിയാണ്, കുട്ടികളൊക്കെ ഉണ്ട്, അവർക്ക് ഈ കറക്റ്റായിട്ട് എല്ലാ മാസവും വരുന്നില്ല, പക്ഷെ അവരത് ശ്രദ്ധിക്കുന്നില്ല. അവരൊരു 6 മാസം 7 മാസം 8 മാസം ഒക്കെ ആയിട്ട് പീരീഡ്സ് ആവാതിരുന്നാലും വളരെ ഹാപ്പി ആയിട്ട് വീട്ടിൽ ഇരിക്കുന്നവരുണ്ട്. അത് നമ്മൾ ചെയ്യുന്ന ഒരു ഏറ്റവും വലിയ തെറ്റാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. 2 മാസം കൂടുമ്പോഴെങ്കിലും മരുന്ന് കഴിച്ച് പീരീഡ്സ് വരുത്തിയില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ എന്ന ഹോർമോൺ കൂടുതൽ കാരണം ഭാവിയിൽ നമുക്ക് ക്യാൻസർ ഉൾപ്പെടെയുള്ള അസുഖങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ അത് സൂക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ഒരു 40-50 ഇയേഴ്സ് ആകുമ്പോഴായിരിക്കും അതിൻ്റെ എഫക്റ്റ് നമ്മൾ അറിയാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും ടാബ്ലറ്റ് കഴിച്ച് നമ്മൾ പീരീഡ്സ് വരുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കണം. ഇപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം ഓരോ ആക്നെയാണ് അല്ലെങ്കിൽ ഹെയർ ഗ്രോത്ത് കൂടുതലാണെന്നൊക്കെ ആണെങ്കിൽ ഇപ്പോൾ വളരെ നൂതനമായ അധികം പൈസ ചെലവില്ലാത്ത മെത്തേഡ്സ് ഓഫ് ട്രീറ്റ്മെന്റ് ഉണ്ട്. കാരണം അവർക്കിത് കാരണം ഒരുപാട് അപകർഷതാബോധവും സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഉണ്ടാകും. അത് തുടക്കത്തിൽ തന്നെ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കുകയും അവർ പറയുന്ന ട്രീറ്റ്മെന്റ് ഫോളോ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സ്കാറിങ് അങ്ങനത്തെ പ്രോബ്ലംസ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇവർ വരുന്ന വേറൊരു പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി. എന്തുകൊണ്ട് PCOD വന്ധ്യത ഉണ്ടാക്കുന്നു? PCODയിൽ അണ്ടോൽപാദനം നടക്കുന്നില്ല, ഓവുലേറ്ററി ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ ആണ്. അത് കാരണമാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിട്ട് വരുന്ന കപ്പിൾസിനും നമ്മൾ ആദ്യം ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയുകയും അതിലൊന്നും ശരിയായില്ലെങ്കിൽ അണ്ടോൽപാദനം നടക്കാനുള്ള ടാബ്ലറ്റ്സ് നമ്മൾ അവർക്ക് കൊടുത്ത് അങ്ങനെ നമ്മൾ അവരെ സൈക്കിൾസ് കൺട്രോൾഡാക്കി ഓവുലേഷൻ നടത്തിച്ചിട്ട് ആ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ എന്ത് ട്രീറ്റ്മെന്റ് നമ്മൾ കൊടുത്താലും ഇത് നമുക്ക് ഒരു 100% മാറ്റാൻ പറ്റുന്നതോ റിവേഴ്സ് ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ല. അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ലൈഫ് ലോങ് ആയിട്ട് കൊണ്ട് നടന്നില്ലെങ്കിൽ ഈ PCOD ഉള്ള ആൾക്കാർക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ബേബി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാലും ബാക്ക് ടു നോർമൽ അവർ തിരിച്ചു വരുമ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എല്ലാം എന്നും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം.